എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നേരെ നമ്മുടെ കൊച്ചച്ഛൻ്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. നമ്മുടെ വീടിനടുത്ത് നിന്ന് ഏകദേശം 1.5 കിലോമീറ്ററോളം ദൂരം മാത്രമേ അവിടേക്കുള്ളൂ. ഒഴിവുള്ള സമയങ്ങളിലാണെങ്കിൽ നമുക്ക് വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ട് നടന്നു വരാൻ പറ്റുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണിത്. വൈകുന്നേരമാണ് നമ്മൾ വീട്ടിൽ വെച്ചിട്ട് കൊച്ചച്ഛൻ്റെ ഫെയർവെൽ പാർട്ടിയൊക്കെ നടത്തുന്നത്. അപ്പോൾ നമ്മൾ വീട് ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അടുക്കിപ്പെറുക്കാനും വൃത്തിയാക്കാനും ഒക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പം ഞാൻ ആ ജോലിയിൽ ഏർപ്പെട്ടു. ഉച്ചയ്ക്ക് ശേഷം നമ്മൾ പുറത്തേക്ക് പോയി. അവിടെ നിന്ന് നമ്മളൊരു കടയിൽ കയറി ഷേക്ക് കുടിച്ചു. നമ്മൾ സ്ഥിരം ഷേക്ക് കുടിക്കാറുള്ള കടയിൽ നിന്നാണ് കുടിച്ചത്. വീട്ടിൽ തിരികെ എത്തി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം വീണ്ടും നമ്മൾ വൈകുന്നേരം കൊച്ചച്ഛൻ്റെ വീട്ടിലേക്ക് പോയി. 21 വർഷത്തെ സേവനത്തിന് ശേഷം കൊച്ചച്ഛൻ KSEBയിൽ നിന്നും ഓവർസിയറായിട്ട് വിരമിക്കുകയായിരുന്നു. വൈകുന്നേരമായപ്പോൾ ഓഫീസിലെ യാത്രയയപ്പിന് ശേഷം കൊച്ചച്ഛൻ്റെ സഹപ്രവർത്തകരും കൊച്ചച്ഛനുമൊക്കെ നമ്മുടെ വീട്ടിലേക്കെത്തി. ഈ ഫെയർവെൽ പാർട്ടിയിൽ കൊച്ചച്ഛൻ്റെ ഫ്രണ്ട്സൊക്കെ നന്നായിട്ട് പാട്ടൊക്കെ അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഫാമിലിയിലുള്ളവരുടെയും നാട്ടുകാരുടെയും കൊച്ചച്ഛൻ്റെ സഹപ്രവർത്തകരുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ തന്നെ സന്തോഷത്തിൻ്റെയും ഒത്തുചേരലിൻ്റെയും ഒക്കെ ഒരു നിമിഷം തന്നെയായിരുന്നു ഇത്. ഒപ്പം എല്ലാവരും തന്നെ കൊച്ചച്ഛന് ആശംസകൾ അറിയിച്ചു. വൈകുന്നേരം 6:30-ക്ക് ശേഷമാണ് ഫെയർവെൽ പാർട്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള സമയത്ത് നമ്മളിങ്ങനെ കൊച്ചച്ഛൻ്റെ വീടിൻ്റെ മുൻഭാഗത്ത് നിന്ന് മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ആസ്വദിക്കുകയായിരുന്നു. അങ്ങനെ വൈകുന്നേരം നമ്മുടെ ഫെയർവെൽ പാർട്ടിയൊക്കെ ആരംഭിച്ചു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എല്ലാവർക്കും തന്നെ ഈ അവസരത്തിൽ ആശംസകൾ അർപ്പിക്കാൻ എത്തിയിട്ടുള്ളവരാണെന്നറിയാം. 21 വർഷത്തെ സ്തുത്യർഹ സേവനത്തിന് ശേഷം നമ്മുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്ന നമ്മുടെ കൊച്ചച്ഛന് അച്ഛൻ പൊന്നാടയിട്ട് ആദരിച്ചിരുന്നു. അതിനുശേഷം നമ്മൾ കൊച്ചച്ഛനോടുള്ള ആദരവ് അറിയിച്ചു. തുടർന്നുള്ള ജീവിതത്തിൽ എല്ലാവിധ നന്മകളും കൊച്ചച്ഛനും കൊച്ചച്ഛൻ്റെ കുടുംബത്തിനും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചു. അതിനുശേഷം കൊച്ചച്ഛൻ്റെ സഹപ്രവർത്തകരും അദ്ദേഹത്തിനുള്ള ആദരവ് അറിയിച്ചു. സർവീസിൽ നിന്നും വിരമിച്ചെങ്കിലും കൊച്ചച്ഛൻ ഒരു നല്ലൊരു ചിത്രകാരനാണ്, ഒപ്പം നല്ലൊരു ഗായകനും കൂടിയാണ്. തുടർന്നുള്ള കൊച്ചച്ഛൻ്റെ ജീവിതത്തിൽ എല്ലാവിധ നന്മകളും വന്നു ചേരട്ടെ എന്ന് ആശംസിക്കുന്നു. വൈകുന്നേരം 7 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ തമ്പൂട്ടനും അമ്മയും തമ്പൂട്ടൻ്റെ അമ്മയും ഒക്കെ എത്തി. ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ കൊച്ചച്ഛൻ്റെ വളരെ വലിയൊരു ആഗ്രഹം തന്നെയായിരുന്നു ഒരു ഗവൺമെൻറ് ജോലി എന്നുള്ളത്. അതുപോലെ തന്നെ പിന്നീട് അദ്ദേഹം അതിനായിട്ട് ശ്രമിക്കുകയും അദ്ദേഹം ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുകയൊക്കെ ചെയ്തു. അതിനുശേഷം 21 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുകയാണ്. നമ്മുടെ തമ്പൂട്ടനാണ് ഇവിടുത്തെ മുഖ്യ അതിഥി. എല്ലാവരും തമ്പൂട്ടന് ചുറ്റും ഇരുന്ന് വർത്തമാനം പറയുകയും തമ്പൂട്ടനെ കളിപ്പിക്കുകയൊക്കെയാണ്. തമ്പൂട്ടന് ഐസ്ക്രീം വേണം, പക്ഷേ തമ്പൂട്ടന് ചെറുതായിട്ട് പനിയും ചുമയും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ തണുത്തതൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ തമ്പൂട്ടനെ പറ്റിക്കാനായിട്ട് ഐസ്ക്രീമിൻ്റെ കോൺ മാത്രം കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ആൾക്ക് മനസ്സിലാവുന്നുണ്ട് ആളെ പറ്റിച്ചതാണെന്ന്. ഈ സമയത്ത് പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ കൂടുതലും പാട്ടാണ് എല്ലാവരും പാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൊച്ചച്ഛനും ഒരു പാട്ട് പാടുന്നുണ്ടായിരുന്നു. തമ്പൂട്ടൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. തമ്പൂട്ടൻ പാട്ട് കേട്ട് കേട്ട് അവസാനം സ്റ്റേജിൽ വരെ കയറിയിരുന്നു. തിരക്കൊക്കെ ഒന്ന് കുറഞ്ഞപ്പോൾ നമ്മളും ഒരു പാട്ട് പാടി നോക്കാമെന്ന് വിചാരിച്ചു.
അങ്ങനെ പാട്ടൊക്കെ പാടിയതിന് ശേഷം നമ്മൾ ഫുഡൊക്കെ കഴിക്കാനിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞു നമ്മൾ തിരികെ വീട്ടിലേക്ക് വരികയായിരുന്നു. നമ്മൾ ഓട്ടോയിലാണ് തിരികെ വീട്ടിലേക്ക് വന്നത്. അപ്പം ഈ ഓട്ടോ ഒരുപാട് പ്രത്യേകതയുള്ള വളരെ കളർഫുള്ളായിട്ടുള്ള ഒരു ഓട്ടോയായിരുന്നു. റംബൂട്ടാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു. വളരെ കളർഫുള്ളായിട്ടുള്ള ലൈറ്റ്സൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇന്ന് വളരെ മനോഹരമായിട്ടുള്ള ഒരു ദിവസം തന്നെയായിരുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.